രാഹുൽ മാങ്കൂട്ടത്തിലിനെ പാലക്കാട് കാലുകുത്തിക്കില്ലെന്ന് പറഞ്ഞ വ്യക്തിയാണ് പ്രശാന്ത് ശിവൻ, BJP പാലക്കാട് ജില്ലാ അധ്യക്ഷൻ. രാഹുൽ മാങ്കൂട്ടത്തിൽ ഔദ്യോഗിക പരിപാടികളിൽ പങ്കെടുത്താൽ തടയുമെന്ന് പറഞ്ഞ വ്യക്തിയാണ് SFI നേതാവും ഇപ്പോൾ DYFI നേതാവുമായ ആർഷോ. ഇരുവരും തമ്മിലുള്ള തല്ലാണ് ഇപ്പോൾ പാലക്കാട്ടെ സംസാര വിഷയം. കേരളത്തിലുടനീളം ഈ തല്ല് സംസാര വിഷയമായി മാറിയിരിക്കുന്നു. പ്രശാന്ത് ശിവൻ ആർഷയെ തല്ലിയെന്ന് CPM-ഉം ആർഷോ പ്രശാന്ത് ശിവനെ പിടിച്ചു തള്ളിയെന്ന് BJP-യും പരസ്പരം ആരോപിക്കുമ്പോൾ പൊട്ടിച്ചിരിക്കുന്നത് രാഹുൽ മാങ്കൂട്ടത്തിലാണ്. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൻ്റെ ഭാഗമായി മനോരമ ന്യൂസ് നടത്തിയ ചർച്ചയ്ക്കിടെയാണ് ഇരുവരും തമ്മിൽ കവലച്ചട്ടമ്പികളെ പോലെ ഏറ്റുമുട്ടിയത്. പാലക്കാട് കോട്ട മൈതാനിയിൽ സംഘടിപ്പിച്ച വോട്ട് കവലയിൽ വെച്ചാണ് ഇരു നേതാക്കളും പരസ്പരം കൊമ്പ് കോർത്തത്. പിന്നാലെ CPM BJP പ്രവർത്തകർ തമ്മിൽ ചേരിതിരിഞ്ഞ് സംഘർഷമുണ്ടായി. ചർച്ചയ്ക്കിടെ പ്രശാന്ത് ശിവനും PM ആർഷോയും തമ്മിലുള്ള വാക്കേറ്റം കയ്യാങ്കളിയിൽ എത്തുകയായിരുന്നു. CPM പാലക്കാട് നഗരസഭയിൽ 10 സീറ്റ് നേടിയാൽ താൻ രാഷ്ട്രീയം നിർത്തുമെന്ന് പ്രശാന്ത് ശിവൻ വെല്ലുവിളിച്ചതാണ് സംഘർഷത്തിൻ്റെ തുടക്കം. പ്രശാന്ത് ശിവൻ മോശമായ പദപ്രയോഗം നടത്തിയെന്നാരോപിച്ച് CPM പ്രവർത്തകർ എഴുന്നേറ്റതോടെ BJP പ്രവർത്തകർ സംഘടിച്ചെത്തി. ഇതിനിടെയാണ് നേതാക്കന്മാർ തമ്മിൽ പരസ്പരം ഏറ്റുമുട്ടിയത്. പച്ചത്തെറിയാണ് ഇരു നേതാക്കന്മാരും അങ്ങോട്ടും ഇങ്ങോട്ടും വിളിച്ചതെന്ന് കണ്ടതെന്നവർ പറയുന്നു. പ്രശാന്ത് ശിവനും ആർഷയും ഭാവി നേതാക്കളാണ്, കേരളത്തിൻ്റെ ഭാവി നേതാക്കളാണ്, യുവ നേതാക്കളാണ്. ഇവരെ കണ്ടാണ് കുട്ടികൾ വളരുന്നത്. പക്ഷേ ഇവർ എന്താണ് ചെയ്യുന്നതെന്ന് ഇവർക്ക് പോലും അറിയില്ല. അതാണ് സത്യം. രാഹുൽ മാങ്കൂട്ടത്തിലിനെ തടയുമെന്ന് പറഞ്ഞത് പാലക്കാട് കാലുകുത്തിക്കില്ലെന്ന് പറഞ്ഞത് പ്രശാന്ത് ശിവനാണ്. PM ആർഷോ രാഹുൽ മാങ്കൂട്ടത്തിലിന് ഔദ്യോഗിക പരിപാടികളിൽ നിന്ന് വിലക്കുമെന്നും തടയുമെന്നും ഒക്കെ പറഞ്ഞിരുന്നു. ഈ രണ്ടുപേരാണ് ഇപ്പോൾ ഏറ്റുമുട്ടിയിരിക്കുന്നത്. ചിരിക്കുന്നത് രാഹുൽ മാങ്കൂട്ടത്തിലും. ഓരോ നേതാക്കന്മാർക്കും ഒരു സമൂഹത്തിൻ്റെ മുമ്പിൽ ഒരു ഇമേജുണ്ട്. ആ നേതാക്കന്മാർ തമ്മിൽ കവലച്ചട്ടമ്പിമാരെ പോലെ ഏറ്റുമുട്ടുകയല്ല വേണ്ടത്. ജനകീയമായ പ്രശ്നങ്ങൾ പറയാം, ആശയമായി പരസ്പരം കലഹിക്കാം. പക്ഷേ കായികപരമായി രണ്ട് നേതാക്കൾ ഏറ്റുമുട്ടുക എന്ന് പറയുന്നത് സാംസ്കാരിക കേരളത്തിന് അപമാനം തന്നെയാണെന്ന് പൊളിറ്റിക്സ് കേരള പച്ചയ്ക്ക് പറയുന്നു. ആർഷോ ഒരുപാട് പ്രസംഗവേദികളിൽ കത്തിക്കയറുന്ന നേതാവാണ്. പ്രശാന്ത് ശിവൻ പാലക്കാട്ട് BJP-യുടെ മുഖമാണ്. പാലക്കാട്ട് BJP അധ്യക്ഷനാണ് അദ്ദേഹം. ഈ രണ്ട് പേരാണ് തെരുവ് ഗുണ്ടകളായി മാറിയത്. തെരുവ് ഗുണ്ടകളെ പോലെ അന്യോന്യം ഏറ്റുമുട്ടിയത്, അന്യോന്യം പിടിച്ചു തള്ളിയത്, അന്യോന്യം തെറി വിളിച്ചത്. രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ശാപമാണോ ഇതെന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ അനുകൂലികൾ ചോദിച്ച് തുടങ്ങിയിരിക്കുന്നു. ഈ രണ്ട് നേതാക്കൾ തമ്മിലുള്ള ഏറ്റുമുട്ടൽ ഇപ്പോൾ കേരളമൊട്ടാകെ ചർച്ചാ വിഷയമായി മാറിയിരിക്കുന്നു. ഒരാവശ്യമില്ല, തങ്ങളിൽ ആശയപരമായി കാര്യം പറഞ്ഞ് തീർക്കണം. ആശയപരമായി കാര്യം പറഞ്ഞ് തീർത്തു കഴിഞ്ഞാൽ പ്രശ്നം തീർന്നു. ഇവിടെ ആശയപരമായി കാര്യം പറയാൻ ആർഷയ്ക്കും പ്രശാന്ത് ശിവനും കഴിഞ്ഞില്ല. പിന്നെ വോട്ട് കവല സംഘടിപ്പിച്ച വോട്ട് കവലയിലെ അവതാരകൻ ഈ പ്രശ്നം നിയന്ത്രിക്കാനും പറ്റിയില്ല. അവൻ്റെ കയ്യിൽ നിന്ന് കാര്യങ്ങൾ പോകുന്ന മട്ടിലായി മാറി. ഇതിപ്പോൾ കേരളം മുഴുവൻ അറിഞ്ഞിരിക്കുന്നു. ഇത് ഇരു പാർട്ടികൾക്കും നാണക്കേടായി മാറിയിരിക്കുന്നു. ആർഷയെ തല്ലിയെന്ന് ആരോപിച്ച് CPM പ്രതിഷേധ പ്രകടനം ഇന്ന് നടത്തുമെന്നാണ് പറയുന്നത്. പ്രശാന്ത് ശിവനെ പിടിച്ചു തള്ളിയത് ആർഷയാണെന്ന് ആരോപിച്ചുകൊണ്ട് BJP-യും നിൽക്കുന്നു. എന്തായാലും ഇരു നേതാക്കളും അണികളുടെ പിൻബലത്തിലാണ് പരസ്പരം ഉന്തും തള്ളും നടത്തിയത്. പോലീസ് ഇടപെട്ടില്ലായിരുന്നെങ്കിൽ ഇതൊരു വലിയൊരു സംഘർഷത്തിൽ കലാശിക്കുമായിരുന്നു. അവതാരകൻ്റെ കയ്യിൽ നിന്ന് കാര്യങ്ങൾ പോയി. അതാണ് സംഭവിച്ചത്. എന്തായാലും വളരെ മോശമായി പോയി ഈ സംഭവം എന്നാണ് പൊളിറ്റിക്സ് കേരളയ്ക്ക് പറയാനുള്ളത്. ഇങ്ങനെയൊക്കെ പെട്ടെന്ന് ചൂടാവുന്ന, അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ പെട്ടെന്ന് പ്രവർത്തിക്കുന്ന നേതാക്കൾ ഈ പണിക്ക് പോകരുത്. ഈ പണി അവർക്ക് പറഞ്ഞ പണിയല്ല. അതാദ്യം മനസ്സിലാക്കുക. എന്തിനാണ് വെറുതെ പോയി നാട്ടുകാരുടെ മുമ്പിൽ പരിഹാസ കഥാപാത്രമായി മാറുന്നത്? പ്രശാന്ത് ശിവൻ ആർഷയെ പിടിച്ചു തള്ളുന്ന ദൃശ്യങ്ങൾ മനോരമ TV തന്നെ പുറത്തുവിട്ടിട്ടുണ്ട്. ആർഷോ തിരിച്ച് തല്ലാൻ പോകുന്ന ദൃശ്യങ്ങളും പുറത്തുവിട്ടിട്ടുണ്ട്. രണ്ട് നേതാക്കൾ തമ്മിൽ ആവശ്യമില്ലാത്ത ഒരു ഇഷ്യൂ.
ആ ഇഷ്യൂയിൽ കൈയടിക്കുന്നത് ആ ഇഷ്യൂയിൽ കൈയടിച്ച് ചിരിക്കുന്നത് രാഹുൽ മാങ്കൂട്ടത്തിലാണ്. കാരണം അദ്ദേഹത്തെ ഏറ്റവും കൂടുതൽ ക്രൂശിച്ച ഒരു വ്യക്തിയാണ് ഈ പ്രശാന്ത് ശിവൻ. ആർഷയും അതുപോലെ തന്നെ. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ലൈംഗിക ആരോപണ സംഭവം വന്നപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഒരു പരാതി, റിട്ടണായ ഒരു പരാതി പോലും ഇല്ലാഞ്ഞിട്ടും അദ്ദേഹത്തെ തടയുമെന്ന് പറഞ്ഞവരാണ് ഈ രണ്ടുപേരും കിടന്ന് തെരുവിൽ തല്ലുമ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ ചിരിക്കുകയല്ലാതെ മറ്റെന്ത് ചെയ്യും?